പൊറോട്ടയുടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ഇറക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 1.5 കിലോളം ബീഫ് നന്നായിട്ട് കഴുകി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ച് വെള്ളമൊക്കെ കളഞ്ഞ് ഒരു കുക്കറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലൊന്നും ഇല്ലാത്ത പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രമ്പര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അര ടീസ്പൂൺ മതി കേട്ടോ ഉലുവയും പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു 3-4 വിസിലെടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വേവിച്ച് ഉടച്ചങ്ങ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗം ഒരു 85% കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ബാക്കി നമുക്ക് പാനിലോട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ അതൊന്ന് ഇത് റെഡിയായി വരട്ടെ. ഇനി നമുക്കിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-20-25 ചെറിയ ഉള്ളി, പിന്നെ ഒരു 7 പച്ചമുളകും, പിന്നെ വെളുത്തുള്ളി 3 ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ചേർത്ത് ചതച്ചൊന്നെടുക്കാം. എന്നിട്ട് ആ ഒരു പാനിൽ ഉരുളിയാണ് കേട്ടോ, അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. ആ ചതച്ച് വെച്ച കൂട്ട് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴിച്ചെടുക്കാം. ഇതിനിടയ്ക്ക് ബീഫ് ഒന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അത് റെഡി ആവട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. ഇത് ഈ ഒരു നിറം ഒന്ന് ആയി വരണം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു 3 സവാള മീഡിയം സൈസ് ആയതുകൊണ്ടാണ് ഒരു 3 നല്ല വലിപ്പമുള്ള സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 തന്നെ ധാരാളമായിരിക്കും. അപ്പോൾ ഒരു 3 സവാള മീഡിയം സൈസുള്ള 3 സവാള ഒന്ന് തിന്നായിട്ടൊന്ന് സ്ലൈസ് ആക്കി വെച്ചതാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ചേർത്താലും മതി കേട്ടോ, ഉപ്പ് നോക്കിയിട്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് ആ ഒരു സവാളയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴിച്ചെടുക്കാം. സവാള ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് വാടിയൊന്ന് വരണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. സവാള ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇതാ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്തെടുക്കാം. ഒരു 3/4% ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നത് ബീഫ്. അപ്പോൾ ആ ഒരു വെള്ളത്തോട് കൊടുത്തിട്ട് നമുക്ക് ചേർത്തെടുക്കാം. വെള്ളം നമ്മൾ ഒട്ടും ചേർക്കാതിരുന്നത് ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് ബീഫിൽ. അതുകൊണ്ട് ഈ ബീഫൊക്കെ വേവിക്കുന്ന സമയത്ത് അധികം വെള്ളം ചേർക്കാതെ നമ്മൾ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് കരിഞ്ഞു പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ വെള്ളവും ചേർത്തിട്ടില്ല, ഒഴിക്കാതിന് അത്രയും വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളത്തോട് കൂടി ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കുക്കായിട്ടില്ലായിരുന്നല്ലോ ബീഫ്, അതുകൊണ്ട് ഇനി ബാക്കി ഇതിൽ കിടന്നിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും, പിന്നെ അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ആ ഒരു ടൈം ആവുന്ന സമയത്ത് നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ആ ഒരു മസാലയൊക്കെ ബീഫിൽ എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ ചേർത്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 3-4 വറ്റൽ മുളക്, എരിവില്ലാത്ത മുളകാണ് ഞാൻ ഇപ്പോൾ ചേർത്തത്. എരിവുള്ള മുളക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ അവിടെ കാശ്മീരി ചില്ലി ഒന്ന് കഴുകിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. ആ ഒരു മുളകും കൂടെ ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ചതച്ചോ ചേർത്ത് കൊടുക്കാം. അവസാനം ചേർത്താൽ മതി കേട്ടോ, അപ്പോഴേ ഒരു ഫ്ലേവർ നന്നായിട്ട് നിൽക്കുള്ളൂ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എപ്പോഴും നമ്മളൊരു സ്ലോ കുക്കിംഗ് ചെയ്യുമ്പോഴാണ് ആ ഒരു മീറ്റിനൊക്കെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പകുതി വേവ് കുക്കറിലാക്കിയിട്ട് ബാക്കി നമ്മൾ ഈ ഒരു ചട്ടിയിലിട്ടൊന്ന് വേവിച്ചെടുത്തത്. ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് വീണ്ടും ലോ ഫ്ലെയിമിലൊന്ന് ഇട്ട് വയ്ക്കാം. എന്നിട്ട് അടപ്പൊന്ന് മാറ്റിയിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു എന്നാലും ഫ്ലേവറും കറക്റ്റ് ആയിരുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, സൂപ്പറാണ്. പിന്നെ പൊറോട്ടയുടെ കൂടെയാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ ഡിന്നർ എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ അടുത്ത ദിവസം എടുക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടെ ആ ഒരു കാണാനുള്ള ഒരു ഭംഗിയും ആ ഒരു മസാലയൊക്കെ പിടിച്ചിട്ട് ഒരു വേറെ സെറ്റപ്പ് ആയിരിക്കും കേട്ടോ അതിന്. അപ്പോൾ ഇത് നമ്മൾ രാത്രിത്തെ ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നതാണ്. അപ്പം പൊറോട്ടയുടെ കൂടെ കേട്ടോ നല്ല ചൂട് പൊറോട്ടയും ഈ ഒരു ബീഫ് റോസ്റ്റും സൂപ്പർ കോമ്പിനേഷനാണ്. പിന്നെതാ അത് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ആയ സമയത്താണ് കേട്ടോ. അപ്പോൾ ആ മസാലയൊക്കെ പിടിച്ചിട്ടെല്ലാം ഇങ്ങനെ വരണ്ടിരിക്കുകയാണ്. ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പം സെറ്റ് സാധനമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.